ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ പ്രവീൺ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയി. ലാലേട്ടൻ കാഷ്വലായിട്ട് കിച്ചൺ ക്യാപ്റ്റൻസിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അടുത്ത ആഴ്ച തുടരാൻ പറ്റില്ലല്ലോ പ്രവീൺ എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച പ്രവീൺ കുറച്ച് പ്ലാനിങ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോഴേ ലാലേട്ടൻ പറഞ്ഞു അത് കഴിയുമെന്ന് തോന്നുന്നില്ല പ്രവീൺ എന്ന് പറഞ്ഞിട്ട് എവിക്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്ന കാർഡ് എടുത്ത് കാണിച്ച് ശരിക്കും അവിടെയുള്ള എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് പറയുന്നത് ഓഡിയൻസ് കൃത്യമായി ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സുഹൃത്തിനെ മാറ്റി ഇരുത്തിയിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് അത് ജഡ്ജ് ചെയ്യും. സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഇല്ലാത്തതും ഓഡിയൻസ് കാണുന്നുണ്ട്. അവിടെ പ്രവീൺ പോയിട്ട് പ്രവീണിൻ്റെതായ ഒരു ഗെയിം ഉണ്ടാക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ നല്ല കഴിവൊക്കെയുള്ള കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു നമ്മുടെ പ്രവീൺ. പക്ഷേ സ്വന്തം ഗെയിം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത് ഓഡിയൻസിൻ്റെ തീരുമാനമായിരുന്നു പ്രവീൺ ഇനി അവിടെ വേണ്ട എന്നുള്ളത്. ആ സമയം പ്രവീൺ പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്താൽ എന്നെപ്പോലെ കഴിവുള്ളവരൊക്കെ പുറത്ത് പോകേണ്ടി വരും എന്നൊക്കെ നമ്മുടെ പ്രവീൺ പറഞ്ഞു. എനിക്ക് തോന്നുന്നു പ്രവീൺ ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് മനസ്സിലാക്കാതെയാണെന്ന് തോന്നുന്നു ഇവിടേക്ക് വന്നത്. ഇവിടെ വരുന്നവർക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്നവർ വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല, അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനി എത്ര കഴിവുള്ള ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ നമ്മുടെ പ്രവീൺ ഇനി പുറത്ത് കേട്ടോ.